വിവാഹം മുല്ലപ്പെരിയാറിനെ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നുണ്ട്. അതിന് ഡൈവോഴ്സ് ആകുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കും. ഈ തീരദേശത്തുള്ളവര് ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്. അവര് ജീവന്റെയും സ്വത്തിന്റെയും പേരില് മാനസികമായ പീഡനം അനുഭവിക്കുകയാണ്. ഇവിടെ 40 ലക്ഷം വരുന്ന ജനങ്ങള് ഓരോ ദിനരാത്രങ്ങള് കടന്നു പോകുന്നത് വളരെ വേദനയോടെയാണ് എന്ന് നമ്മുടെ കാലഘട്ടം വിളിച്ചു പറയുമ്പോഴാണ് നമ്മുടെ ഈ സമരത്തിന്റെ പ്രസക്തി വളരെ ശക്തമായി ഊർജ്ജമായി നമ്മൾ ഈ സമരത്തിന് അണിചേരണം. ഇത് ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ വിലപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുമയോടെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം. ജയ് സമരസമിതി. താങ്ക് യു. ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ ആത്മവീര്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു സടകുടഞ്ഞ പല സംഘടനകളും സജീവമായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതി കഴിഞ്ഞ 18 വർഷക്കാലമായി ദീർഘവീക്ഷണമില്ലാത്ത ഒരുപാട് സമരത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോലും പ്രായോഗിക കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകാൻ ആ ഒരു ഭാഗ്യമുണ്ടായി. ആ സമയത്താണ് ജോർജ് സാറിനെയൊക്കെ പരിചയപ്പെടുന്നതും. ഇപ്പോൾ കേരളത്തിന് അനുകൂലമായി ഒരു വിധി സമ്പാദിച്ച ഡോക്ടർ ജോർജ് ജോസഫ് സാറിന്റെ നിലപാടുകൾ അത് കേരള ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ആ തീരുമാനം വൈകാതെ തന്നെ 12 മാസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല എന്നുള്ള കാര്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം അടുത്ത വർഷകാലം വരാൻ ഇതാ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏജൻസി, ഡാമുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു അന്തർദേശീയ ഏജൻസി ആയിരിക്കണം ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം മുല്ലപ്പെരിയാർ സമരസമിതിക്കുണ്ട്, തീരദേശവാസികൾക്കുണ്ട്. എന്തായാലും അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന ഈ വിധിയെ മുല്ലപ്പെരിയാർ സമരസമിതി സ്വാഗതം ചെയ്യും. ഈ തിരുവോണ ദിവസം എന്താ സംഭവിച്ചത്? തിരുവോണ ദിവസം ഞങ്ങൾ കഴിഞ്ഞ എല്ലാ സമരസമിതി ആരംഭിച്ച 2005 മുതൽ തിരുവോണം, ക്രിസ്മസ്, ഓണം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ തീരത്തുള്ളവരെ സമരസമിതിയുടെ ഭാഗമായി ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കാറുണ്ട്. ഈ വർഷവും കഴിഞ്ഞ 18-ന് ശേഷം ആ മഹാപ്രളയത്തില് അന്നത്തെ നമ്മുടെ പന്തല് തകർന്നു പോയതിനു ശേഷം 3ാം ഘട്ട സമരം അവസാനിപ്പിച്ചെന്നാൽ 4ാം ഘട്ട സമരമായി വീണ്ടും സമരരംഗത്തുണ്ട്. കോടതി വരാന്തകളിൽ കേസുമായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിധിയിലൂടെ സമരസമിതിക്ക് വലിയ ഒരു ഊർജ്ജസ്വലത കൈവന്നിട്ടുണ്ട്. ആ ഊർജ്ജസ്വലത മുന്നിൽ വെച്ച് ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുവാൻ ഗവൺമെന്റുകളെ ഏകോപിപ്പിക്കുന്നതിൽ ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഇനിയുള്ള ലക്ഷ്യം. ആരൊക്കെ പങ്കെടുത്തു? പരിപാടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ് സാറ്, പോലീസ് സമിതിയുടെ ബഹുമാനപ്പെട്ട സാബു സാറ്, ബഹുമാനപ്പെട്ട വൈദികർ, നേരുകുളം സെന്റ് ജോർജ് പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, CSI സഭയെ പ്രതികരിച്ചുകൊണ്ട് ഏതാണ്ട് 6ഓളം അച്ഛന്മാർ, മതസാമുദായിക സംഘടനാ രംഗത്തുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ പ്രതിനിധികൾ, മുസ്ലിം ജമാഅത്തിന്റെ ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, കൃഷിക്കാരടക്കം വലിയൊരു ഫോറം ഈ സമരത്തിന്റെ ഭാഗമായി ഈ മൂവ്മെന്റിലുണ്ടായിരുന്നു. തുടർ സമരങ്ങളുടെ ഭാഗമായി ഈ വരുന്ന ഒക്ടോബർ 10-ന് മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയതിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് 129 സ്ഥലങ്ങളിൽ മുല്ലപ്പെരിയാർ മിഷൻ 129 എന്ന് പറയുന്ന പേരിൽ ദീപജാലകൾ തെളിയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാറിന് പുതിയ പ്രതീക്ഷ നൽകുന്ന ദീപജാലകൾ തെളിയിച്ചുകൊണ്ട് ബാക്കിയുള്ള സമര പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതി ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരന്തമാണ് ഇപ്പോൾ ഈ വിഷയത്തെ സജീവ ചർച്ചയാക്കിയത്. അതിനുശേഷം പലതരത്തിലുള്ള സംഘടനകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ തന്നെ വൈകാരികമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുപ്രീം കോടതിയുടെ ഒരു വിധി നമുക്ക് നിലനിൽക്കുന്നതിനാൽ 14 വിധിയിൽ ആ വിധിയെ മറികടക്കുവാനുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് സമരസമിതിക്കുള്ള ഇപ്പോഴുള്ള ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നിയമവശങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ സമരസമിതിക്ക് കഴിയുമെന്നുള്ളത് നിയമപണ്ഡിതന്മാരുമായി അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അവർ തരുന്ന അഡ്വൈസ് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഒരു സമയത്ത് മുല്ലപ്പെരിയാറിന്റെ ജലത്തിന്റെ ഭീഷണി ഈ തീരത്തുള്ള ആൾക്കാർക്കാണെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. സമരം തുടങ്ങുന്ന കാലത്തൊക്കെ എറണാകുളത്തും തൃശ്ശൂരിൽ നിന്നൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറയും, വെള്ളം കൂടിയെങ്കിൽ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് നീ എറണാകുളത്തോട്ട് പോരെന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഇവിടെ നേരെ മറിച്ച് ഈ വയനാട് ദുരന്തവും ഈ കാലാവസ്ഥ ഇതിലുണ്ടായിരിക്കുന്ന ആ വ്യത്യാസവും പ്രത്യേക സൈക്ലോണിൽ ഉണ്ടാകുന്ന പ്രത്യേക മഴയുമൊക്കെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലെ ആൾക്കാർ അവരിപ്പോൾ വല്ലാതെ ഭയാശങ്കയിലാണ്. കാരണം 18-ല്
മുല്ലപ്പെരിയാറിലെ അധിക ജലം തുറന്നുവിട്ടതിന്റെ ഭാഗമായി ഇടുക്കിയിലെ ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോൾ ചാലക്കുടിയും പെരുമ്പാവൂരും ആലുവയും അതോടൊപ്പം തൃശൂരിന്റെ മലയാറ്റൂരിന്റെ പള്ളിയുടെ മൂന്നാമത്തെ നടവരെ വെള്ളം ചെല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഇരകൾ ഞങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മൂവ്മെന്റുകളായി പോകുന്നത്. എന്തായാലും മൂവ്മെന്റുകളെല്ലാം നല്ലതിനാണ്, ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ആകണം. അല്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള, വീണ്ടും ഭയാശങ്കയിലാക്കുന്ന രീതിയിലുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന സുപ്രീം കോടതി പറഞ്ഞ തീരുമാനത്തിലേക്ക് പോകുവാൻ സഹോദരങ്ങളെ പോലെ കണ്ട് അവരുമായി രമ്യത പ്രശ്നത്തെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. 129 കേന്ദ്രങ്ങളിൽ മുല്ലപ്പെരിയാർ സമരസമിതിയോട് സഹായിക്കാൻ കഴിയുന്ന സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് 129 ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് വ്യാപാരി വ്യവസായി മുല്ലപ്പെരിയാറിനെ ഭാഗമായി നിൽക്കുന്ന മറ്റനവധി സന്നദ്ധ സംഘടനകളൊക്കെ നമുക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടികൾ നന്നായി നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ 18 വർഷമായി ലൈവായി ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. സമരസമിതിയുടെ ചെയർമാനാണ്. ഞങ്ങൾ 56 പേരടങ്ങുന്ന ഒരു സമാന ചിന്താഗതിക്കാരുടെ ഒരു ഫോറമാണ് ഈ സമരം ആരംഭിച്ചത്. ആ സമരമാണ് ലോകം കണ്ട, രാജ്യം കണ്ട ഏറ്റവും വലിയ സമരമാക്കി മാറ്റിയത്. ഈ രാജ്യത്തെ പ്രമുഖരെന്ന് പറയുവാൻ സമരസമിതിയുടെ ലിസ്റ്റിൽ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും, അതായത് മേധാ പട്കറടക്കം, പരിസ്ഥിതി പ്രവർത്തകരടക്കം, മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഡോക്ടർ സുകുമാർ അഴീക്കോടടക്കം, കണ്ടൽ പൊക്കൂറടക്കം, കിശോരിലാൽ വ്യാസ് അടക്കം, രാഷ്ട്രീയ പ്രതിനിധികൾ, എംപിമാർ, എംഎൽഎമാർ, കേരളത്തിന്റെ 140 എംഎൽഎമാരും ചപ്പാത്തിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്റെ പിതാവ് മരണപ്പെട്ടു പോയി. എന്റെ ഒരു അമ്മയുണ്ട്. അമ്മയ്ക്ക് 83 വയസ്സാകാൻ പോകുന്നു. അമ്മ എന്റെ കൂടെയാണ്. അമ്മയ്ക്ക് സഹായി ഞാനും, എനിക്ക് സഹായി എന്റെ അമ്മയുമായാണ്. ഒറ്റമകനാണോ? അല്ല, ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത സഹോദരൻ തൊട്ടടുത്ത ടൗണിലാണ്. രണ്ടാമത്തെ ആൾ അബുദാബിയിലാണ്. അവർ താമസിക്കുന്നത് എർട്ടയറിലാണ്. നേരെ മൂത്തയാള് ഓസ്ട്രേലിയയിലാണ്. ഒരു ഫാമിലിയായിട്ട് അവിടെ സെറ്റിലാണ്. വിവാഹത്തിന് മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു അതില് എനിക്കൊരു കുടുംബത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് എന്തായാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ട് മതി വിവാഹമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അനന്തമായി ഇപ്പോഴും എന്റെ ആ പ്രതീക്ഷ നീങ്ങുകയാണ്. എനിക്കിപ്പോൾ 48 വയസ്സ് കഴിഞ്ഞു. വിവാഹാലോചനയൊക്കെ വന്നിട്ട് വേണ്ടെന്ന് വെച്ചാണോ? അതേ വിവാഹാലോചന വന്നിട്ട് വേണ്ടെന്ന് വെച്ചത് തന്നെയാണ്. കാരണം എനിക്ക് സമരസമിതിയുടെ പ്രധാന പഴയ ഒരു നേതാവിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ, അന്ന് നടത്തിയ മൂവ്മെന്റിൽ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ പ്രഭാഷണങ്ങൾ നടത്താൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നേതാവ് തന്നെ ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകാം, നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന് അത് നടക്കില്ല, മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിച്ചിട്ട് വിവാഹം കഴിക്കുമെന്ന് തീരുമാനിച്ചിരുന്ന ആളാണ്. അന്നേരത്തിന്റെ അറിയില്ലായ്മ കൊണ്ട് ഞാനതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്താലും പിന്നെ ആ ഇൻസ്പിറേഷൻ എനിക്ക് വലിയൊരു പ്രചോദനമായി. ഞാനും ഉദ്ദേശിച്ചു എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാം. പക്ഷെ ആ തീരുമാനം നന്നായി എന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കുറെ കാര്യങ്ങളിൽ എനിക്ക് ഓടി നടക്കുവാനും പ്രൈവറ്റായി കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. വിവാഹം ഇപ്പൊ ഇനി ഉടനെ ഉണ്ടാവോ? വിവാഹം മുല്ലപ്പെരിയാറിനെ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നുണ്ട്. അതൊരു ഡൈവോഴ്സ് ആകുന്ന സാഹചര്യം വരുമെന്ന് പമ്പരമാകിയ ആളുകളും വഴി പേര് പറഞ്ഞു കൊടുക്കാനേ, വെട്ടിമുറിച്ച വഴിത്തരമാവുകൾ കുതിരാവുകൾ നീക്കാനേ, ഇമ്മലയാളി ആറ് വഴിക്കുമേ പോയതില്ല കിടക്കാനേ, ഇങ്ങനെ തെങ്ങു കഴിഞ്ഞു വിടാവുകൾ ആളുകളും പലതിക്കാനേ, ഏണ്ടും പലപടി കെണികെട്ടും ആണ്ടും ജനമതി മറന്നിട്ടും അനേകം ആഭരണം മറ്റും അനേകം കീർശീലിട്ടും ഒപ്പറ ഗുരുമുളകെല്ലും ഇതെല്ലും ഇപ്പറ ഗുരുവകയിട്ടതെല്ലും ഇങ്ങനെ കെട്ടുവഴിക്കു നിലമ്പൂരോട് മുതൽ മറ്റും ഇടകുമ്പാടിയിടവണ്ണേ സഭി ഇങ്ങനെ കെട്ടുവഴിക്കു നിലമ്പൂരോട് മുതൽ മറ്റും ഇടകുമ്പാടിയിടവണ്ണേ